നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ 4 പ്രധാന റിക്വസ്റ്റുകൾ വച്ചിരുന്നു. അധികം സ്വർണം വാങ്ങിക്കരുത്, അല്ലെങ്കിൽ സ്വർണമേ വാങ്ങിക്കരുത്, കഴിയുന്നതും 1 വർഷം വരെയെങ്കിലും. കോവിഡ് സമയത്ത് നമ്മൾ പാലിച്ച പല റെസ്ട്രിക്ഷൻസും കഴിയുമെങ്കിൽ കുറച്ച് നാളത്തേക്ക്, അതായത് 1 വർഷം കാലയളവിലേക്ക് പാലിക്കാൻ ശ്രമിക്കുക. നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക, സ്വന്തം വാഹനം എടുക്കാതിരിക്കുക. നമ്മൾ കാർ പൂളിംഗ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മെട്രോ റെയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്യുകയോ ചെയ്യുക. മറ്റൊരു റിക്വസ്റ്റ് അദ്ദേഹം മുന്നിലേക്ക് വെച്ചത് നാച്ചുറൽ ഫാർമിംഗ് മെത്തേഡ്സ്, അതായത് നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഓവർസീസ് ട്രാവൽ ഒഴിവാക്കാനും അല്ലെങ്കിൽ കുറയ്ക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മളുടെ പ്രധാനമന്ത്രി ഈ 4 ഫാക്ടേഴ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചത്? ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമ്മോഡിറ്റീസ് ഗോൾഡ്, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ്. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ചിലവാക്കുന്നത് വലിയൊരു ശതമാനമാണ് GDPയുടെ. അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു ഫാക്ടറാണ് ഓവർസീസ് ട്രാവൽ. നമ്മൾ ഓവർസീസ് ട്രാവലിന് പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടുത്തെ കറൻസി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും, എസ്പെഷ്യലി US ഡോളർ. US ഡോളർ ഓൾറെഡി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ INR നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കൂടും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡ്, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇതിൻ്റെ എല്ലാം പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് US ഡോളറിലാണ്. ഇന്ത്യൻ റുപ്പി വീക്കായിട്ട് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ INR സ്പെൻഡ് ചെയ്താലേ നമ്മൾക്ക് ഈ ഇമ്പോർട്ട് സാധ്യമാവുകയുള്ളൂ. നമ്മളുടെ INRലെ സ്പെൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഗോൾഡിൻ്റെ പർച്ചേസിൻ്റെ റേറ്റ് കൂടും. അൾട്ടിമേറ്റ്ലി ഇത് എൻഡ് കൺസ്യൂമറിനെയാണ് ബാധിക്കുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും, നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ വാർത്തകളിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും, ഗോൾഡിൻ്റെ റേറ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ 10,000-ന് മുകളിൽ കൂടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ്, ഫ്യൂവലും ഡീസലും, ഓൾറെഡി പെട്രോളിയം കമ്പനികൾ അവരുടെ ഷോർട്ടേജിനെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്യൂവൽ ഷോർട്ടേജോ അല്ലെങ്കിൽ ഫ്യൂവൽ പ്രൈസ് ഇൻക്രീസോ കണ്ടേക്കാം. ഇന്ത്യൻ എക്കണോമിയെ ഇതെങ്ങനെ ബാധിക്കും? നമ്മളുടെ INRലുള്ള സ്പെൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് നമ്മളുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം അത് കൂടും. ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല സബ്സിഡീസും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും. സ്വാഭാവികമായിട്ടും പ്രൈസ് റൈസും ഇൻഫ്ലേഷനും വരും. സാധാരണക്കാരെ അത് വീണ്ടും വലയ്ക്കും. വളരെ വാലിഡായിട്ടുള്ള, നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ് നമ്മളുടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്നതും അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് കഴിയുന്നതും നമ്മളുടെ സ്വർണത്തിൻ്റെ പർച്ചേസ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാം. അറ്റ്ലീസ്റ്റ് 1 വർഷത്തേക്കെങ്കിലും നമുക്ക് വർക്ക് ഫ്രം ഹോം പോലെയുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ കാർ പൂളിങ്ങോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുകയോ വഴി നമുക്ക് നമ്മളുടെ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓവർസീസ് ട്രാവൽ അത്യാവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. ഡൊമസ്റ്റിക് ട്രാവൽ ഒഴിവാക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഡൊമസ്റ്റിക് ട്രാവൽ കൂടുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ടൂറിസം വർദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പോസ്റ്റ്, മാന്യൂറൊക്കെ യൂസ് ചെയ്ത് ഫാമിംഗ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളുടെ ഇമ്പോർട്ടിനെ കഴിയുന്നതും കുറയ്ക്കുക. മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നവരെ താങ്ക് യു.